കണ്ണൂരിൽ റോഡിൽ മണ്ണിടിഞ്ഞു വീണ വയോധികന് ദാരുണാന്ത്യം. ചന്ദനത്തോട് സ്വദേശി പീറ്റർ ചെറുവത്താണ് മരിച്ചത്. നെടുമ്പോയിൽ മാനന്തവാടി പേരിയ ചുരത്തിലാണ് അപകടമുണ്ടായത്. അർജുൻ കല്യാട് നൽകും വിവരങ്ങൾ. അർജുൻ, ഇപ്പോൾ എങ്ങനെയാണ് അപകടമുണ്ടായിരിക്കുന്നത്? റോഡ് പുനർനിർമ്മാണത്തിനിടെയാണ് ഇത്തരത്തിൽ മണ്ണിടിഞ്ഞതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? വിനീത, അതായത് കഴിഞ്ഞ മഴക്കാലത്ത്, അതായത് തൊട്ട് മുമ്പ് പെയ്ത ശക്തമായിട്ടുള്ള മഴയിലൊക്കെ ഈ പേരിയ ചുരത്തിലുള്ള റോഡ് ഇടിഞ്ഞ് വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെ PWD റോഡാണ്. അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ റോഡ് നിർമ്മാണത്തിനിടെയാണ് ഇന്നിപ്പോൾ ഈ റോഡിൻ്റെ സമീപത്തുണ്ടായിരുന്ന ഈ മണ്ണ് അങ്ങനെ തന്നെ ഇടിഞ്ഞ് ഈ നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് വീഴുകയും ഈ ജോലി ചെയ്തുകൊണ്ടിരുന്ന 3 പേർക്ക് ഒരാൾ മരണപ്പെട്ടു. അതാണ് പീറ്റർ ചെറുവത്ത് എന്ന് പറയുന്ന വ്യക്തിയാണ് മരണപ്പെട്ടത്. 2 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. മട്ടന്നൂർ സ്വദേശി മനോജിനും കണിച്ചാർ സ്വദേശി ബിനുവിനുമാണ് പരിക്കേറ്റിട്ടുള്ളത്. ഈ റോഡ് നിർമ്മാണത്തിൻ്റെ ഈ റീറ്റെയിൻ വാളിൻ്റെ ജോലിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ കോൺക്രീറ്റ് ഒക്കെ ഉപയോഗിച്ച് കോൺക്രീറ്റ് വാൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടക്കുന്നത്. എന്നാൽ ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ സ്ഥലത്തുള്ള റോഡിനോട് ചേർന്നുള്ള ഈ വലിയ മണ്ണ് അങ്ങനെ തന്നെ താഴേക്ക് ഇടിഞ്ഞു വീഴുകയും ഈ പീറ്റർ ഇതിനകത്ത് പെട്ടുപോവുകയും അങ്ങനെ അപകടത്തിൽപ്പെട്ട് മരണപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഈ കഴിഞ്ഞ മഴക്കാലത്താണ് ഈ ഇത്തരത്തിലുള്ളൊരു വലിയ തോതിൽ അതുവഴി ഗതാഗതമൊക്കെ സാധ്യമായിരുന്ന ഒരു റോഡാണ്. പക്ഷേ ഒട്ടും ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ ആ ചുരം അങ്ങനെ തന്നെ ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ റോഡിൽ ഉൾപ്പെടെ എത്ര കാലമായി ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ട്? ഇതിപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. തീർത്തും അപകടകരമായ രീതിയിലുള്ള നിർമ്മാണ ജോലികളാണ്. അപ്പോൾ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ? വിനീത, നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നത് ഈ അപകടം നടക്കുന്നതിന് തൊട്ട് മുൻപേ എടുത്ത ദൃശ്യങ്ങളാണ്. അതായത് ഒക്ടോബർ 2-ാം തീയതി പകർത്തിയിട്ടുള്ള ദൃശ്യങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ തന്നെ പീറ്റർ ഉൾപ്പെടെയുള്ള ഈ ജോലി ചെയ്യുന്നവർ, നിർമ്മാണ തൊഴിൽ എടുക്കുന്ന തൊഴിലാളികളെ ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ആ ഘട്ടത്തിൽ പോലും ഏത് ഘട്ടത്തിൽ പോലും അവിടെ ഈ മണ്ണിടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യത ആ ഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കൂസാതെ തന്നെയാണ് അവർ ജോലി ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് രാവിലെയാണ് അപകടമുണ്ടായത്. അത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങളുടെ ഒരു അഭാവം അവിടെ ഉള്ളതായി നമുക്ക് പ്രാഥമികമായി നമുക്ക് ഈ ലഭ്യമായ ദൃശ്യങ്ങൾ വെച്ചുകൊണ്ടും പ്രാദേശികമായി നമുക്ക് സംസാരിക്കാൻ വേണ്ടി കഴിയുന്ന ചില നാട്ടുകാരോടും അവിടെയുള്ള പ്രദേശവാസികളോടൊക്കെ സംസാരിക്കുന്ന ഘട്ടത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന ഘട്ടത്തിൽ കൃത്യമായ തോതിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ അത്തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ കൃത്യമായ തോതിൽ ഈ മണ്ണ് താഴേക്ക് വരുന്നത് ഒരുപക്ഷെ നിയന്ത്രിക്കാൻ വേണ്ടി കഴിയുമായിരുന്നു. സാധാരണഗതിയിൽ ഏറ്റവും നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ പോലും ചെയ്യുന്ന അത്രയുമുള്ള ഒരു സുരക്ഷാ ക്രമീകരണം അവിടെ ഉണ്ടായിരുന്നില്ല. ഏതെങ്കിലും തരത്തിൽ നമ്മുടെ വീടിനോട് ചേർന്നുള്ള മതിലിടിക്കുന്ന ഘട്ടത്തിൽ പോലും ഒരു ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുകൊണ്ടെങ്കിലും അത് മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി നമ്മളെല്ലാം തന്നെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ അത്ര പോലുമുള്ള ഒരു പ്രവൃത്തി ആ മേഖലയിൽ ഉണ്ടായിരുന്നില്ല എന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. അത് ഒക്ടോബർ മാസം 2-ാം തീയതി പകർത്തിയ ദൃശ്യങ്ങളാണ്. ആ പകർത്തിയ ദൃശ്യങ്ങളിൽ തന്നെ പീറ്റർ ഉൾപ്പെടെയുള്ള ഈ മരണപ്പെട്ട പീറ്റർ ചെറുവത്ത് ഉൾപ്പെടെയുള്ള ആൾക്കാർ അവിടെ ഈ ജോലി ചെയ്യുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനുശേഷം ഇന്ന് ഈ അപകടം സംഭവിച്ചതിന് ശേഷമുള്ള ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഈ 2 ദൃശ്യങ്ങളിലും ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു സുരക്ഷാ മുൻകരുതലുകൾ അവിടെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ട് ഏകദേശം 4 മാസത്തോളമായി. നെടുമ്പോയിൽ നിന്നും ചന്ദനത്തോട് വരെയുള്ള നിർമ്മാണ പ്രവർത്തനമാണ് അവിടെ നടക്കുന്നുണ്ടായിരുന്നത്. അത് വീണ്ടും അതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ഭാഗത്ത്, അതായത് പേരിയ ചുരത്തിൻ്റെ ഏകദേശം ഈ നടുഭാഗത്തായിട്ടാണ് ഈ പറയുന്ന റോഡിൽ ഉൾപ്പെടെ ഈ വിണ്ട് കീരി ഉൾപ്പെടെയുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ആ മേഖല കൂടി ആ പ്രൊജക്ടിന്റെ ഭാഗമായി ചേർത്തുകൊണ്ടാണ് PWD ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തുന്നത്. ഏതായാലും വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ലായിരുന്നു എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. 2 പേർക്ക് ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില ഗുരുതരമല്ല എന്നാണ് അർജുൻ കല്യാട് റിപ്പോർട്ട് ചെയ്യുന്നത്.